കിഴക്കൊരു നക്ഷത്രം അതാ ഉദിച്ചു നിൽക്കുന്നു. അവരുടെ കണ്ണുകളും ഹൃദയവും അതിൽ തന്നെയായി. അവരുടെ അറിവും ജ്ഞാനവും അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചെല്ലുക, നിങ്ങൾ കാത്തിരുന്ന സമയം ആഗതമായിരിക്കുന്നു. ഉടനെ ആ മൂവർ ക്രിസ്മസ് ചരിത്രത്തിലെ 3 രാജാക്കന്മാർ രക്ഷകനെ അന്വേഷിച്ചിറങ്ങി. എങ്ങോട്ടാണ് പോകുന്നത്, എത്ര ദൂരം പോകണം എന്നൊന്നും അവർക്കറിയില്ല. എങ്കിലും ആ ചിന്തകളെ മാറ്റി നിർത്തി ദൈവത്തിൽ പ്രത്യാശ വെച്ച് അവർ ഇറങ്ങിത്തിരിച്ചു. വഴികാട്ടിയായ നക്ഷത്രത്തെ അവർ പിൻചെന്നു. അവരുടെ യാത്ര മുന്നോട്ട് നീങ്ങി. യൂദയായിൽ വെച്ച് അവർക്കൊരബദ്ധം പറ്റി. ജനിച്ചിരിക്കുന്ന ശിശു ദേവപുത്രനാകിയ തീർച്ചയായും അവൻ രാജകൊട്ടാരത്തിലായിരിക്കും ജനിച്ചിരിക്കുക എന്നവർ കരുതി. അതിനാൽ നക്ഷത്രം കാണിച്ചു കൊടുത്ത വഴിവിട്ട് രാജപാതയിലൂടെ കൊട്ടാരം ലക്ഷ്യമാക്കി അവർ നടന്നു. എന്നാൽ കൊട്ടാരത്തിൽ സത്യത്തെ കണ്ടെത്താനാവാനപ്പോൾ തങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തി ദൈവത്തെ ശരണം വെച്ച് വീണ്ടും വഴികാട്ടിയായ നക്ഷത്രത്തെ പിൻചെന്നു. തങ്ങളെ തന്നെ മറന്ന് ഇറങ്ങിത്തിരിച്ച അവരുടെ യാത്ര ഒടുവിൽ ചെന്നെത്തിയത് അവർ പോലും വിചാരിക്കാത്ത ഒരിടത്തായിരുന്നു. അവർ കണ്ടെത്തിയതും അന്വേഷിച്ചിറങ്ങിയതും കാത്തിരുന്നതും ഒരു പുൽക്കൂടും അതിലൊരു അപ്പനെയും അമ്മയും ഒരു നവജാത ശിശുവിനെയുമാണ്. ബാഹ്യമായി നോക്കിയാൽ നിസ്സാരമായ സംഭവം. എന്നാൽ വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരു ആത്മാവ് സത്യത്തെ കണ്ടെത്തിയ നിമിഷമാണത്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞു ജീവിതത്തിൽ സത്യമെന്ന് കരുതി പല ആശയങ്ങളുടെ പിന്നാലെയും നാം ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല. ഈ രാജാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങുക. അവിടെ പ്രത്യക്ഷമായ ഒന്നുമില്ല, എന്നാൽ പ്രത്യാശിക്കാൻ ഒത്തിരിയുണ്ട്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവനിലുണ്ട്. നീ അവനെ പുൽക്കൂട്ടിൽ കണ്ടെത്തുമ്പോൾ നീ സത്യം അറിയും. ഈ ക്രിസ്മസ് സത്യത്തെ കണ്ടെത്താൻ നിന്നെ സഹായിക്കട്ടെ. മെറി ക്രിസ്മസ്.